ഹലോ, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിശാഗന്ധിയുടെ ഒരു പൂവിൻ്റെ ആണേ. ഓക്കെ, ഇതാണ് നിശാഗന്ധിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു 12 മണിയൊക്കെ ആകുമ്പോഴാണ് ഫുള്ളായിട്ട് വിരിയുന്നത്. ഇപ്പം ഇത്രേ വിരിഞ്ഞിട്ടുള്ളൂ. ആദ്യമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും അതിൻ്റെ മുട്ടാണ്. ആദ്യം ഇത്രയൊക്കെ ആവും, പിന്നെ അത് കഴിഞ്ഞ് കുറച്ചുകൂടെ ഒന്ന് വിരിയും. അത് കഴിഞ്ഞിട്ട് ഇത്ര ആയിട്ടുണ്ട്. ഇനിയും കുറച്ച് വിരിഞ്ഞ് അങ്ങനെ ഒരു 12 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അത് ഫുള്ള് വിരിഞ്ഞ് നല്ല ഭംഗിയാണ് കാണാനപ്പോൾ. നല്ല മണവും കാര്യങ്ങളും ഇതിനകത്തൂടെ മണം എനിക്ക് നിങ്ങളെ അറിയിക്കാൻ പറ്റില്ല. അപ്പം അത് കഴിഞ്ഞിട്ട് 12 മണിയാകുമ്പോൾ ഫുൾ വിരിയും. പക്ഷേ നാളെ രാവിലെ ആകുമ്പോഴത്തേക്ക് അത് പിന്നെയും കൂമ്പിപ്പോവും. അത്ര നേരത്തേക്ക് മാത്രമേ ഉള്ളൂ. ഇത് വീട്ടിലുണ്ടെങ്കിൽ ഐശ്വര്യമാണെന്നാണ് പറയുന്നത്. ഇത് വിരിയുമ്പോൾ ഇതിനകത്ത് മഹാവിഷ്ണുവിൻ്റെ ഒരു പ്രസൻസ് ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പം നമുക്ക് ഇത് 12 മണിക്ക് ബാക്കി വിരിയുമ്പോൾ ഞാൻ അടുത്ത വീഡിയോ ഇതിൻ്റെ കൂട്ടത്തിൽ പോസ്റ്റ് ചെയ്യാം. ഓക്കെ. ഹലോ, ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, ഇപ്പം ഒരു 10:30 പൂ ഇത്രയും വിരിഞ്ഞിട്ടുണ്ട്. ഇനിയും കുറച്ചുകൂടെ കഴിയും ബാക്കിയും കൂടെ വിരിയും. അപ്പോൾ ഞാൻ ബാക്കി വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളൊക്കെ ഇത് കണ്ടിട്ടുണ്ടായിരിക്കും. കാണാത്തവർക്ക് വേണ്ടിയൊക്കെയാണ്. ഇത് ഞങ്ങളുടെ വീട്ടിൽ ഇത് ആദ്യം ഉണ്ടായതായതിൻ്റെ ഒരു സന്തോഷം നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇത്രയും വിരിഞ്ഞിട്ടുണ്ട്. ഇനിയും കുറച്ചുകൂടെ വിരിയും. അതൊരു 12 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഫുൾ വീഡിയോ ഞാൻ കാണിക്കും. ഓക്കെ. ഹലോ, ഇപ്പോൾ ഫുൾ വിരിഞ്ഞിട്ടുണ്ട്. ഇതാണ് നിശാഗന്ധിയുടെ പൂവ്. ഫുൾ സിങ്ങിൽ ഇത് വിരിഞ്ഞിട്ടുണ്ട്. നാളെ രാവിലെ നോക്കുമ്പം ഈ വിരിഞ്ഞത് ഒന്നുമില്ല, കൂമ്പിൽ തന്നെ നിൽക്കുന്ന കാണാം. അപ്പോൾ കാണാത്തവർക്ക് വേണ്ടി ഇത് രാത്രി ഇപ്പോൾ 11:30 ആയി. ഇത്ര വിരിയും. ഞങ്ങളുടെ ആദ്യത്തെ നിശാഗന്ധിയുടെ പൂവുകളാണിത്. കണ്ടോളൂ. പിന്നെ ഇനിയും മുട്ടുണ്ട്. ഈ ഒരു മുട്ടുണ്ട്, പിന്നെ വേറെ ഒരു മുട്ടുകളുണ്ട്. ഈ ഒരു മുട്ടുകളുണ്ട്. ഈ 2 മുട്ടൂടെ വിരിയാനുണ്ട്. അത് ചിലപ്പോൾ നാളെ വിരിഞ്ഞേക്കാം, അല്ലെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ അതും വിരിയും. അപ്പം